നമസ്കാരം, KS മെഡിന്റെ റാങ്ക് മേക്കർ സീരീസിലോട്ട് സ്വാഗതം. സോ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളുടെ ഡിഗ്രി തല പ്രിലിമിനറി എക്സാമുകളുടെ ടോപ്പിക്കുകൾ എടുത്ത് അത് ഡിസ്കസ് ചെയ്ത് അതൊന്ന് വരാവുന്ന ഏതൊരു ചോദ്യത്തെയും നേരിടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ തയ്യാറാക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് സ്പേസ് എന്നുള്ളതാണ്. നേരിട്ട് ഞാൻ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. സ്പേസ് എന്ന ഭാഗത്തിൽ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യലാണ് നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശം. അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും. അപ്പോൾ സിലബസിൽ നിങ്ങളുടെ പ്രിലിമിനറി സിലബസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഭാഗത്ത് സ്പേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സിലബസ് ഭാഗമുണ്ട്. സ്പേസും ഡിഫൻസും ഒരുമിച്ച് തന്നിരിക്കുന്ന ഡിഫൻസിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്ത് നമുക്ക് വേറെ വീഡിയോയിൽ കവർ ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ISRO, ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ആൻഡ് വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ്. സോ വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ് മീൻസ് അത് ഇന്ത്യയുടെ മാത്രം ആവണമെന്നില്ല. മേ ബി ബാക്കി ലോകത്ത് നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ സ്പേസ് പ്രോഗ്രാം ഒന്നും വേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില സ്പേസ് ആക്ടിവിറ്റികളെ കുറിച്ചുകൂടെ നിങ്ങൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ സിലബസിന്റെ ഭാഗമായിട്ട് അറിയേണ്ടി വരും. അതുകൂടെ നമുക്ക് കവർ ചെയ്ത് പോകാം വേറൊരു വീഡിയോകളിൽ. ഓക്കെ, സോ അത് പറഞ്ഞു വരുമ്പോൾ ISRO അതിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സിലബസ് തുടങ്ങുന്നത്. സോ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോസ് എല്ലാം കണ്ടു കാണും അല്ലെ. നമ്മൾ തുമ്പയിൽ നിന്ന് അല്ലെങ്കിൽ തുമ്പയിലോട്ടൊരു സൈക്കിളില് റോക്കറ്റിന്റെ ഭാഗം വെച്ച് പോകുന്ന ഒരു മനുഷ്യൻ മുതൽ ഇന്ന് നമ്മൾ എവിടെ എത്തി, നമ്മളിതാ ആകാശത്ത് സ്വന്തമായ ഒരു സ്പേസ് സ്റ്റേഷൻ ഊഹിക്കുന്ന സമയത്തോട്ട് എത്തി. അല്ലെങ്കിൽ ആ സ്പേസിലോട്ട് മനുഷ്യനെ എത്തിക്കുന്ന ഗഗൻയാൻ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയം വരെ എത്തി. അല്ലെങ്കിൽ ചന്ദ്രന്റെ സൗത്ത് പോളിൽ കാലുകുത്തുന്ന സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറി. ഈ ഒരു അച്ചീവ്മെന്റിലോട്ടൊക്കെ ISRO എത്തിയൊരു ചരിത്രമുണ്ട്. ആ ഒരു നാൾ വഴികളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അറിവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സിലബസ് ഭാഗത്ത് ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിലബസ് ഭാഗത്ത് നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്. അപ്പൊ ഈ ISRO എന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1962 ഡോക്ടർ വിക്രം സാരാഭായിയെ പോലെയുള്ള ആൾക്കാരുടെ ഇൻവിഷന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യൻ കമ്മീഷൻ ഫോർ സ്പേസ് ആൻഡ് റിസർച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു 62. പിന്നീട് ഇത് തന്നെയാണ് 1969 ISRO ആയിട്ട് മാറുന്നത്. ആൻഡ് ഈ ISROയെ പിന്നീട് 72 അന്നത്തെ ഗവൺമെന്റ് മനസ്സിലായി, ഓക്കെ ഇനി ISROനെ വേറൊരു ഭാഗമായിട്ട് ഇരുത്തണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ സ്പേസ് റിസർച്ചിനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യേണ്ട സമയമായി. അങ്ങനെയാണ് 72 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഫോം ചെയ്ത് ISRO അതിന്റെ അടിയിൽ വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഭാഗത്ത് തന്നെ PSC 2-3 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇന്ന് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ISRO, ഈ ISROയുടെ ഹെഡ് അല്ലെങ്കിൽ ചെയർമാൻ എന്ന പോസ്റ്റ് നിങ്ങൾ ശ്രീ S സോമനാഥിനെ കുറിച്ച് കേട്ട് കാണും അല്ലെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയുള്ള സ്പേസ് പ്രോഗ്രാമുകളെല്ലാം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേരായിരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹം തന്നെ അല്ലെങ്കിൽ ISROയുടെ ചെയർമാൻ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള ഫാക്ട് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇനി ISROനെ കുറിച്ച് നിങ്ങൾ അടുത്തറിയേണ്ട കാര്യം എന്താ, ISROക്ക് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് അല്ലെ. സ്പേസ് ലോഞ്ചിങ് മുതൽ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ മുതൽ, അല്ലെങ്കിൽ ISROയുടെ സ്പേസ് ആക്ടിവിറ്റികൾക്ക് വേണ്ടിയുള്ള എൻജിൻസിന്റെ നിർമ്മാണം മുതൽ, സാറ്റലൈറ്റുകളുടെ നിർമ്മാണം മുതൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ISRO ഈ പറയുന്ന കിട്ടുന്ന ഡാറ്റയെ പ്രോസസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ വരെ ISROക്ക് ആവശ്യമുണ്ട്. ഇതിനെല്ലാം വേണ്ടിയിട്ട് ISROക്ക് ഒരുപാട് സെന്റേഴ്സും യൂണിറ്റുകളും ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില സെന്റേഴ്സ് നിങ്ങൾക്ക് എക്സാമുകളിൽ സ്ഥിരമായി ചോദിക്കലുണ്ട്. നിങ്ങൾ അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ പണി എന്താണ്, അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ അറിയണം. ലൈക്ക് ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ VSSC, തിരുവനന്തപുരത്തുള്ള VSSC എന്താ ചെയ്യുന്നത്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അവിടെയാണ് ലോഞ്ച് വെഹിക്കിൾസ് ബിൽഡ് ചെയ്യുന്നത്. ISROയുടെ ലോഞ്ച് വാഹനങ്ങൾ ബിൽഡ് ചെയ്യുന്ന എവിടെയാണ്, VSSC ട്രിവാൻഡ്രത്തും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ അടുത്തായിട്ട് ന്യൂസിൽ കേൾക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും UR സ്പേസ് സെന്റർ, URSC ബാംഗ്ലൂർ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാറ്റലൈറ്റുകൾ ഡിസൈൻ ചെയ്യും ഡെവലപ്പും ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് എല്ലാ നമ്മുടെ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റുകളെല്ലാം ഡിസൈൻ ചെയ്യുന്ന എവിടെയാണ്, ഈ പറയുന്ന UR ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അതുപോലെ തന്നെ അടുത്ത് എല്ലാ തവണയും നമുക്ക് സുപരിചിതമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ഇന്ത്യയുടെ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു ലോഞ്ചിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേഷനും ലോഞ്ചിങ് എല്ലാം നടക്കുന്ന സ്റ്റേഷൻ എവിടെയാണ്, ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അടുത്ത ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത്, ഇന്ത്യ ഇപ്പോൾ സോളിഡ് എഞ്ചിനുകളിൽ നിന്നെല്ലാം മാറിയിട്ട് അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ലിക്വിഡ് എഞ്ചിൻസ് ഉപയോഗിച്ചു തുടങ്ങി. അതിന് അടുത്ത ലെവലായ ക്രയോജനിക് എഞ്ചിൻസ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചു തുടങ്ങി സ്പേസ് ബേസ്ഡ് ആക്ടിവിറ്റികൾ. അപ്പോൾ ഈ ലിക്വിഡ് ബേസ്ഡ് എഞ്ചിൻസിന്റെയും ക്രയോജനിക് എഞ്ചിൻസിന്റെയും ഡെവലപ്മെന്റും ആക്ടിവിറ്റികളെല്ലാം നടക്കുന്ന എവിടെയാണ്, LPSC
അഥവാ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിലാണ് വലിയമലയിലും ബാംഗ്ലൂരിലും സ്ഥിതി ചെയ്യുന്ന LPSC വെച്ചിട്ട്. ഓക്കെ, എല്ലാ തരത്തിലും നമ്മുടെ ക്രയോജനിക് എഞ്ചിൻസിനും ലിക്വിഡ് എഞ്ചിൻസ് എല്ലാം അവിടെയാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് SAC അല്ലെങ്കിൽ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ്. പേര് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പണികളെന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ബേസ്ഡ് ആക്ടിവിറ്റികളുടെ അവിടുന്ന് കിട്ടുന്ന ടെക്നോളജികളുടെ എല്ലാം അപ്ലിക്കേഷൻ ആസ്പെക്ട് കവർ ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദുള്ള SACയിലാണ്. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളിലെല്ലാം സെൻസേഴ്സ് പോലെയുള്ള കാര്യങ്ങളുടെ എന്താ പറയുക അപ്ലിക്കേഷൻ നടക്കുന്ന എവിടെയാണ്? അഹമ്മദാബാദുള്ള SACയിലാണ്. ആൻഡ് നെക്സ്റ്റ് തിങ്സ് നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ISROയുടെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മൾ റിമോട്ട് സെൻസിങ് പേര് പോലെ തന്നെ റിമോട്ട് സെൻസിങ് ഡാറ്റകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അതിന്റെ റിസപ്ഷനും പ്രോസസ്സിങ്ങും അത് ഡിസമിനേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള ബാക്കി ടെക്നോളജിക്കൽ ഏരിയകളിലോട്ടും നമ്മുടെ എല്ലാം ഡെയിലി ലൈഫിലോട്ടും ഈ റിമോട്ട് സെൻസിങ് ഡാറ്റകൾ പ്രോസസ് ചെയ്ത് തരിക എന്നുള്ളതാണ് ആരുടെ പണി? നാഷണൽ റിമോട്ട് സെൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ പണി ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന. ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ അറിയേണ്ട 2-3 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒന്ന് ഇൻസ്പേസ്. ഇൻസ്പേസ് ISROയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലുള്ള ഒരു ഓട്ടോണോമസ് ഏജൻസിയാണ്. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നതാണ്. ഇന്ന് ഇപ്പോൾ നിങ്ങൾ സ്പേസ് ബേസ്ഡ് ആക്ടിവിറ്റികൾ കേൾക്കുന്ന സമയത്ത് എപ്പോഴും കേൾക്കുന്നതായിരിക്കും നോൺ ഗവൺമെന്റ് എൻറ്റിറ്റീസ്. നോൺ ഗവൺമെന്റൽ എൻറ്റിറ്റികൾ വലിയ രീതിയിൽ സ്പേസ് മേഖലയിലോട്ട് കടന്നു വരുന്നു. അവരും പ്ലേയേഴ്സായി മാറിയിരിക്കുന്നു അല്ലെ. അതിൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജുകൾ ഉണ്ടാവും, സ്കൂളുകൾ ഉണ്ടാവും, ബാക്കി ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്തരം നോൺ ഗവൺമെന്റൽ എൻറ്റിറ്റികൾക്ക് സ്പേസ് ബേസ്ഡ് ആക്ടിവിറ്റികൾക്ക് സഹായിക്കാനും അതിന്റെ ഓതറൈസേഷനും അതിന്റെ സൂപ്പർവിഷനും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഏത്? ഈ പറയുന്ന ഇൻസ്പേസ് എന്നുള്ളത്. ഓക്കെ, സോ അതിലെല്ലാവരും ഈ നമ്മുടെ ISROയുടെ കയ്യിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ലോഞ്ചിങ്, ഇപ്പൊ പലപ്പോഴും നിങ്ങൾ ISROയുടെ ലോഞ്ചിങ്ങിന്റെ സമയത്തെല്ലാം ചില കുട്ടികളൊക്കെ നിർമ്മിച്ച ക്യൂബ് സാറ്റുകളെല്ലാം ലോഞ്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ഇത്തരം എല്ലാ തരത്തിലുള്ള ISROയുടെ കയ്യിലുള്ള ഡാറ്റയും ഫെസിലിറ്റീസും ഇൻഫ്രയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നോൺ ഗവൺമെന്റ് എൻറ്റിറ്റികളെ കൂടെ നമ്മുടെ സ്പേസ് റിസർച്ചിന്റെ ഭാഗമാക്കലാണ് ആരുടെ പണി? ഇൻസ്പേസിന്റെ പണി. അടുത്തത് നമ്മുടെ ഇതിനിടയ്ക്ക് എല്ലാം അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് തന്നെ കുറച്ച് വിവാദത്തിൽ ഏർപ്പെട്ട ആൻഡ്രിക്സ് എന്ന സ്ഥാപനം. ആൻഡ്രിക്സ് സത്യം പറഞ്ഞ ISROയുടെ ഒരു മാർക്കറ്റിംഗ് ആമാണ്. യുവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ISROയുടെ മാർക്കറ്റിംഗ് ആമാണ് ഇത് ആൻഡ്രിക്സ് എന്നുള്ളത്. അതായത് ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളും എസ്പെഷ്യലി ചെറിയ രാജ്യങ്ങൾ, ഇപ്പൊ ആമസോണിയ പോലെയുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനും അല്ലെങ്കിൽ വൺവെബ് പോലെയുള്ള വലിയ പ്രൈവറ്റ് കമ്പനികൾക്കെല്ലാം അവരുടെ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് ആകാശത്ത് ഒരു പ്രൈവറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഉണ്ടാക്കാനെല്ലാം നമ്മളെ പോലെ ചീപ്പായിട്ട് സ്പേസ് ബേസ്ഡ് ആക്ടിവിറ്റികൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വേണം. അതിനുവേണ്ടി അവരുടെയും ISROയുടെയും ഇടയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് സത്യത്തിൽ ആര്? ആൻഡ്രിക്സ് എന്നുള്ളത്. മാർക്കറ്റിംഗ് ആമാണ് ISROയുടെ സ്പേസ് പ്രൊഡക്റ്റുകൾ, ടെക്നിക്കൽ കൺസൾട്ടൻസി എല്ലാ രീതിയിലും ISROയുടെ കയ്യിലുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുന്നു? അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നു. ബാംഗ്ലൂരാണ് ആ സ്ഥാനം, ഓർത്തിരിച്ചോ. അടുത്തത് ആൻഡ്രിക്സ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരാളാണ് NSIL. 2019 നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്താണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പൊ ആൻഡ്രിക്സിന്റെ ഈ ദേവാസ് ഡീലൊക്കെ ആയിട്ട് കുറച്ച് വിവാദത്തിൽ ഏർപ്പെട്ട സമയത്ത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്പേസ് ബേസ്ഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റികൾ ഇതിനെ കാറ്റർ ചെയ്യാനും ഇതിന് എങ്ങനെയാണ് മാക്സിമം നല്ല രീതിയിൽ ഇന്ത്യൻ സ്പേസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ന് ഉദ്ദേശിച്ചുകൂടി തുടങ്ങിയ സ്ഥാപനമാണ് സത്യം പറഞ്ഞ NSIL. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയുടെ പല ഫോറിൻ ഡീലുകളും ആൻഡ്രിക്സ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡൊമസ്റ്റിക് ആയുള്ള ഇൻഡസ്ട്രീസിനെ സ്പേസിലോട്ട് കൊണ്ടുവരാൻ, അവരെ കൊണ്ട് പല രീതിയിൽ ഇപ്പൊ എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്യാൻ, അവരെ കൊണ്ട് സ്പേസ് സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ, അവരെ കൊണ്ട് അടുത്ത ടെക്നോളജികൾ സ്പേസിൽ പരീക്ഷിക്കാൻ, ഇതിനെല്ലാം ഇന്ന് നേതൃത്വം നൽകുന്നത് ISROയുടെ കൊമേഴ്ഷ്യൽ ആമായ ഏതാണ്? NSIL ആണ്. അപ്പോൾ NSIലും ആൻഡ്രിക്സും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, ഇനി ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ചില ഓട്ടോണോമസ് ബോഡീസിനെ കുറിച്ചുകൂടെ അറിയണം. ഇത് ചിലത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ISROയുടെ ഡാറ്റാസ് വെച്ച് പരീക്ഷണങ്ങൾ നടത്തുന്ന ലബോറട്ടറികളാണ്. എങ്കിലും ഇവരെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൂടെ നടത്തിയിട്ട് നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട മേഖലയിലോട്ട് പോവാം. അപ്പൊ ഇത് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് PRL ആണ്. നിങ്ങൾ കേട്ട് കാണും, അഹമ്മദാബാദുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഇന്ത്യയിൽ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മുടെ സ്പേസ് ബേസ്ഡ് ആക്ടിവിറ്റികൾ, തിയററ്റിക്കൽ ഫിസിക്സ്, ആസ്ട്രോണോമി, ആസ്ട്രോഫിസിക്സ് തുടങ്ങിയ മേഖലകളിലെല്ലാം റിസർച്ച് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് PRL. ആൻഡ് അടുത്തത് നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. നിങ്ങൾ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിനെ കുറിച്ച് പഠിച്ചു കാണും. നോർത്ത് ഈസ്റ്റേൺ കൗൺസിലും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസൂടെ ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണ് സത്യത്തിൽ
മേഘാലയയിലുള്ള എന്നിസാക്ക് ചെയ്യുന്നത് നമ്മുടെ സ്പേസ് സയൻസും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം നോർത്ത് ഈസ്റ്റേൺ മേഖലയെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അവിടുത്തെ ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളെയും അവിടുത്തെ കണക്ടിവിറ്റി പ്രശ്നങ്ങളെല്ലാം എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് എന്നിസാക്കിന്റെ ഉദ്ദേശം. അടുത്തത് ആന്ധ്രാപ്രദേശിലെ ഗാദംഗിയിലുള്ള NARL ഓർ നാഷണൽ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ലബോറട്ടറി. നാഷണൽ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ലബോറട്ടറി ബേസിക് അറ്റ്മോസ്ഫിയറിക് റിസർച്ചിലും അതുപോലെ തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രോബിങ്ങിലും വെതർ മോഡലിംഗിലും എല്ലാം ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ സ്പേസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വെതർ ഫോർകാസ്റ്റിങ്ങിനെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് NARL എന്ന ലബോറട്ടറി. ആൻഡ് നെക്സ്റ്റ് തിങ് വലിയ മലയിലുള്ള IIST അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം എല്ലാം നടക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന എസ്പെഷ്യലി എയറോനോട്ടിക് എയറോസ്പേസ് പോലെയുള്ള എഞ്ചിനീയറിംഗ് മേഖലകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് IIST എന്നുള്ള വലിയ മലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം. അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യത്തിലോട്ട് ഞാൻ കിടക്കുകയാണ്, സ്പേസ് ക്രാഫ്റ്റ് മിഷൻസ്. സ്ഥിരം ചോദ്യമാണ്. ഈ വരുന്ന പ്രിലിംസിനും ഈ വരുന്ന മെയിൻസിനും എല്ലാം നിങ്ങളുടെ പൊട്ടൻഷ്യൽ ചോദ്യങ്ങളിലൊന്നാ. ഇത് ചോദിക്കാതെ ഒരു ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്, എസ്പെഷ്യലി ഞാൻ അവസാനം പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ സ്പേസ് ക്രാഫ്റ്റ് മിഷൻ പറയുമ്പോൾ ഈ 120 പരം മിഷൻസ് ബൈഹാർട്ട് ചെയ്യാണോ നിങ്ങൾ വേണ്ടത്? അല്ല. ISROയുടെ ചില ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മിഷൻസ് ഉണ്ട്, അതിന്റെ പേരുകൾ ഇല്ല. ചില ഏറ്റവും ഇമ്പോർട്ടന്റ് മിഷൻസ് എന്ന് ചില സീരീസ് ഉണ്ട്. ഇപ്പൊ GSAT സീരീസ്, INSAT സീരീസ്, നാവിക് സീരീസ്, IRNSS പോലെയുള്ള. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾക്കൊരു ബോധം വേണം, ഈ പറയുന്ന സീരീസ് എന്താവശ്യത്തിനാണ് ISRO തുടങ്ങിയത്. അത് മതി നിങ്ങൾക്ക് ഈ പറയുന്ന ആൻസറിലോട്ട് എത്താൻ. അപ്പൊ ലൈക്ക് നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ആയ ആര്യഭട്ട മുതൽ നമ്മൾ 1975 വിക്ഷേപിച്ച ആര്യഭട്ട മുതൽ അത് കഴിഞ്ഞ് ഭാസ്കര 1 നമ്മുടെ ആദ്യത്തെ എർത്ത് ഒബ്സർവേഷന് വേണ്ടി നമ്മൾ വിക്ഷേപിച്ച സാറ്റലൈറ്റ്, പിന്നീടോ രോഹിണി സാറ്റലൈറ്റ് വീണ്ടും എർത്ത് ഒബ്സർവേഷൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ആപ്പിൾ ഇൻസാറ്റ് സീരീസ് തുടങ്ങുകയാണ് നമ്മൾ 83 കമ്മ്യൂണിക്കേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻസാറ്റ് സീരീസ് സക്സസ്ഫുള്ളി ആദ്യമായിട്ട് പോകുന്ന എപ്പോഴാണ്? 1983. പിന്നീടോ IRS സീരീസ് വരുന്നു, എർത്ത് ഒബ്സർവേഷൻ. അപ്പൊ IRS സീരീസ് കേട്ട് കഴിഞ്ഞാൽ എന്താ, എർത്ത് ഒബ്സർവേഷൻ ആണെന്ന് പറയാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം. അത് മതി ഈ പരീക്ഷയ്ക്ക്, നിങ്ങൾക്ക് അത് മതി. ആൻഡ് അതുപോലെ തന്നെ ഓഷ്യൻ സാറ്റ്, പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് ഓഷ്യൻ സാറ്റ്, കാർട്ടോസാറ്റ് പോലെയുള്ള സീരീസുകളെല്ലാം. GSAT സീരീസ് നമ്മൾ തുടങ്ങുക. ഇന്ത്യ ഇന്നും വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സീരീസ് ആണ് GSAT സാറ്റലൈറ്റ് സീരീസ്. GSAT സാറ്റലൈറ്റ് സീരീസ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കമ്മ്യൂണിക്കേഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ടെക്നോളജി എക്സ്പീരിയൻസ് സാറ്റലൈറ്റ് വേറൊരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു. കൽപ്പന സീരീസ് ഇമ്പോർട്ടന്റ് തിങ്, ക്ലൈമറ്റ് എൻവയോൺമെന്റ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വിക്ഷേപിച്ചത്. റിസോസാറ്റ് പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണത്, എർത്ത് ഒബ്സർവേഷൻ ആണ്. എജുസാറ്റ് കമ്മ്യൂണിക്കേഷൻ എഡ്യൂക്കേഷൻ പർപ്പസിനെല്ലാം ഉപയോഗിക്കുന്ന എജുസാറ്റ്. പിന്നെയോ കാർട്ടോസാറ്റ് പേര് കേട്ടാൽ തന്നെ നിങ്ങൾ എഴുതും. ഓക്കെ, അടുത്ത നോക്കിയേ, 2008 ഇന്ത്യ നമ്മുടെ ആദ്യത്തെ സക്സസ്ഫുൾ ആയ പ്ലാനറ്ററി ഒബ്സർവേഷനിലോട്ട് കിടക്കുന്നത്. ചന്ദ്രയാൻ 1 അല്ലെ, ചന്ദ്രനിൽ മാഗ്മാറ്റിക് വാട്ടർ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടെന്ന് ആദ്യമായിട്ട് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത, ലോകത്തിന് കാണിച്ചു കൊടുത്ത സീരീസ് ഏതാ? നമ്മുടെ ചന്ദ്രയാൻ 1 സീരീസ്. ആൻഡ് ചന്ദ്രയാൻ 1 എന്താ പ്ലാനറ്ററി ഒബ്സർവേഷൻ എന്ന രീതിയിലോട്ട് നമ്മൾ വിക്ഷേപിക്കുന്നു. അപ്പൊ ചന്ദ്രയാൻ 1 കുറിച്ചും ചന്ദ്രയാൻ 3 കുറിച്ചെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പോയി കാണാം. നിങ്ങളുടെ വരുന്ന എക്സാമിന് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, കാരണം നമ്മളിപ്പോ ലാസ്റ്റ് സക്സസ്ഫുൾ ഒരു മിഷൻ ചന്ദ്രയാൻ 3 ആയതുകൊണ്ട്. ദെൻ റിസാറ്റ് 2 കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ആൻഡ് യൂത്ത്സാറ്റ് പേര് പോലെ തന്നെ സ്റ്റുഡന്റ് സാറ്റലൈറ്റ് ആണ്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഞാനിത് വായിക്കുന്നത്, ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഏത് തരം സാറ്റലൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനാണ്. ഓക്കെ, ആ രീതിക്ക് നിങ്ങൾ അത് കാണണം. ആൻഡ് വേറെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ IRNSS അല്ലെങ്കിൽ നമ്മുടെ നാവിക്, ഇന്ത്യയുടെ സ്വന്തം എന്താണ് GPS എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ നമ്മൾ നാവിഗേഷന് വേണ്ടി ഫോം ചെയ്ത നമ്മുടെ ഒരു നാവിഗേഷൻ കോൺസ്റ്റലേഷൻ, അതാണ് നാവിക് അല്ലെങ്കിൽ IRNSS എന്ന് പറയുന്നത്. സോ IRNSS സീരീസ് പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നത് എന്താണ്, നാവിഗേഷൻ സീരീസ് പെട്ട സാറ്റലൈറ്റ് ആണ്. എഗൈൻ വീണ്ടും നമ്മൾ നമ്മുടെ അടുത്ത ഇമ്പോർട്ടന്റ് ആവുന്ന ഇൻസാറ്റ് സീരീസ്. ഇൻസാറ്റ് ഓർക്കണേ, ഇൻസാറ്റ് മുമ്പ് ചോദിച്ചുള്ളതാണ്, ക്ലൈമറ്റും എൻവയോൺമെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റിലും ഉപയോഗിക്കുന്ന ഇൻസാറ്റ് സീരീസ്. സോ 67ാമത്തെ സാറ്റലൈറ്റ് ആയിട്ട് അടുത്തത് ഇതാ മംഗൾയാൻ അല്ലെങ്കിൽ മാസ് ഓർബിറ്റൽ മിഷൻ സ്പേസ് ക്രാഫ്റ്റ്. നമ്മൾ മൂൺ എന്നതിൽ നിന്ന് വിട്ട് നമ്മൾ 50ാമത്തെ മിഷനായിട്ട് ചന്ദ്രനിലോട്ട് എത്തി. 67th മിഷനായിട്ട് നമ്മൾ എങ്ങോട്ട് പോയി? അടുത്തൊരു പ്ലാനറ്റ് ആയ മാർസിന്റെ ഓർബിറ്റിൽ നമ്മൾ എന്ത് വിക്ഷേപിക്കുന്നു? നമ്മളൊരു സാറ്റലൈറ്റ് പ്ലേസ് ചെയ്യുന്നു. സോ മാർസ് ഓർബിറ്റൽ മിഷൻ അല്ലെങ്കിൽ മംഗൾയാൻ 2013 സക്സസ്ഫുള്ളി വിക്ഷേപിക്കുന്നു PSLV C-25 ഉപയോഗിച്ച്. അതും ഒരു പ്ലാനറ്ററി ഒബ്സർവേഷൻ ആണ്. തീർന്നില്ല. അടുത്ത് 72
നമ്മുടെ ക്രൂ മോഡ്യൂൾ എസ്കേപ്പ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ക്രൂ മോഡ്യൂൾ എസ്കേപ്പ് റീ എൻട്രി. ഇപ്പൊ ഇന്നും നമ്മുടെ ഗഗൻയാൻ പോലെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഇനി നമുക്ക് വേണ്ടി വരുന്ന ഒരു സിസ്റ്റം എന്താണ്? ക്രൂ മോഡ്യൂൾ എസ്കേപ്പ് ആണ്. സേഫ് ആയിട്ട് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോയി വരാൻ പറ്റുന്ന സിസ്റ്റത്തിലോട്ട് നമ്മൾ കിടക്കാം. നമുക്ക് ഇനി അടുത്ത ഗഗൻയാൻ പോലെയുള്ള മിഷൻസിനെല്ലാം നമ്മുടെ ആഗ്രഹം എന്താ? ഇതുപോലെ മനുഷ്യനെ സ്പേസിലോട്ട് പോയിട്ട് സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ സ്പേസ് ബേസ്ഡ് മൈക്രോഗ്രാവിറ്റി എക്സ്പെരിമെന്റ് എല്ലാം നമുക്ക് നടത്താൻ കഴിയണം അല്ലെ? അപ്പൊ അത്തരം ആവശ്യങ്ങൾക്കെല്ലാം തുടക്കം ഇട്ടുകൊണ്ടുള്ള കെയർ എക്സ്പെരിമെന്റ് 2014 നടന്നു. എന്ത്? LVM-3 അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് GSLV സീരീസ്. സോ അതൊരു എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ആയിരുന്നു. ആൻഡ് 75th ആയിട്ട് അടുത്ത വെരി ഇമ്പോർട്ടന്റ് തിങ് ആസ്ട്രോസാറ്റ്. നമ്മുടെ ആദ്യത്തെ സ്പേസ് ബേസ്ഡ് ആസ്ട്രോണോമി എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്പേസ് ബേസ്ഡ് ആസ്ട്രോണോമിക്കൽ സാറ്റലൈറ്റ് എന്ന് വിളിക്കാവുന്ന ആസ്ട്രോസാറ്റ്. സോ എന്താ ആ ഒരു ഘട്ടത്തിലോട്ട് നമ്മൾ കിടക്കുവാണ്. അപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ആദ്യം ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പ്ലാനറ്ററി ഒബ്സർവേഷൻ നടത്തി, സാറ്റലൈറ്റുകളെ കൊണ്ടുള്ള ഒബ്സർവേഷൻസ് നടത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇനി നമ്മൾ സ്പേസിൽ നിന്നുകൊണ്ട് 75ാമത്തെ മിഷൻ ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. സ്പേസിൽ നിന്നുകൊണ്ട് ഇന്ത്യ പ്രകാശവർഷക്കണക്കിന് അകലെയുള്ള തമോഗർത്തങ്ങളെ കുറിച്ചും സ്റ്റാർ ഫോർമേഷനെ കുറിച്ചെല്ലാം പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ്ട്രോസാറ്റ് പോലെയുള്ള ഒരു സ്പേസ് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി വിക്ഷേപിക്കുന്നു. ആൻഡ് അടുത്ത് സ്കാറ്റ്സാറ്റ് again in the climate and environment വേണ്ടിയിട്ടുള്ളതാണ്, മാറിപ്പോകരുത്. അടുത്ത ഇമ്പോർട്ടന്റ് മിഷൻസിൽ ഒന്ന് മൈക്രോസാറ്റ്, ഹൈസിസ്, എമിസാറ്റ് എല്ലാം നിങ്ങൾ പറയണം. അടുത്ത് 106ാമത്തെ മിഷൻ ആയിട്ടുള്ള ചന്ദ്രയാൻ 2 2019 അൺഫോർച്ചുനേറ്റ്ലി അവസാനത്തെ കുറച്ച് സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകളിൽ നമുക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് പകരം ഹാർഡ് ലാൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അപ്പോഴും ചന്ദ്രയാൻ 2ന്റെ ഓർബിറ്റ് പൂർണ്ണമായി പ്രവർത്തിച്ചു. ചന്ദ്രയാൻ 3ക്ക് വേണ്ടി ഇതേ ഓർബിറ്റർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ചന്ദ്രയാൻ 3 വീഡിയോയിൽ അത് പറഞ്ഞാണ്. കാണാത്ത ഒരു വീഡിയോ കാണണം. സോ ചന്ദ്രയാൻ 2 സീരീസ് ആണ് എന്ത്, അല്ലെങ്കിൽ ചന്ദ്രയാൻ 2 സാറ്റലൈറ്റ് ആണ് 106ാമത്തെ മിഷനായിട്ട് നമ്മൾ വിക്ഷേപിക്കുന്നത്. ആൻഡ് 110ാമത്തെ മിഷന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടെന്നാൽ, ഞാൻ എല്ലാം ഇട്ടിട്ടില്ല, 106 കഴിഞ്ഞ് 110 ഇട്ടില്ല. അതിന് കാരണമുണ്ട്, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. 110ാമത്തെ മിഷൻ ആയിട്ടാണ് നമ്മൾ EOS-1, നമ്മൾ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളുടെ പേര് മാറ്റുകയാണ്. EOS-1, EOS-2 ഈ രീതിയിലോട്ട് മാറ്റുകയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് നല്ലതായി അല്ലെ? EOS എന്ന് പറഞ്ഞാൽ എർത്ത് ഒബ്സർവേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. സോ എർത്ത് ഒബ്സർവേഷനും ഡിസാസ്റ്റർ മാനേജ്മെന്റിനും എല്ലാം വേണ്ടി അടുത്ത സാറ്റലൈറ്റ് സീരീസ് നമ്മൾ തുടങ്ങുകയാണ് EOS-1. അതുപോലെ തന്നെ CMS-01 പേര് പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളുടെയും നെയിമിംഗ് മാറ്റുന്നു. CMS-01 എന്ന ആദ്യത്തെ സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിക്കുന്നു. അടുത്ത വരി നിങ്ങൾക്ക് സന്തോഷമുള്ള വാർത്ത, IRNSS മാറ്റിയിട്ട് ഇപ്പൊ NVS-01 എന്ന രീതിയിലോട്ട് നമ്മൾ എന്ത് മാറ്റുന്നു? നാവിക് അല്ലെങ്കിൽ നാവിക്കിന്റെ പർപ്പസിന് വേണ്ടിയുള്ള നാവിഗേഷൻ സാറ്റലൈറ്റുകളുടെ നെയിമിംഗ് സീരീസ് എന്താക്കുന്നു? NVS എന്ന രീതിയിലോട്ടാക്കി. ആൻഡ് 121th മിഷൻ നമ്മുടെ എല്ലാം അഭിമാനം ഉയർത്തിയ ചന്ദ്രയാൻ 3 മിഷൻ. സോ ചന്ദ്രന്റെ സൗത്ത് പോളില് നമ്മൾ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു. അങ്ങനത്തെ ആദ്യത്തെ രാജ്യമായിട്ട് നമ്മൾ മാറുന്നു. ചന്ദ്രയാൻ 3 മിഷൻ. ചന്ദ്രയാൻ 3 ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല, പക്ഷെ നമ്മൾ അതെന്നുള്ള ഡാറ്റാസ് എല്ലാം ഇപ്പൊ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അടുത്ത ആദിത്യ L1. സോ നമ്മൾ ആ ഒരു ഇവല്യൂഷനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മൾ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നു, പ്ലാനറ്റിൽ എത്തുന്നു അല്ലെ? അല്ലെങ്കിൽ ആദ്യം നമ്മുടെ മൂണിലെത്തുന്നു, പിന്നീട് പ്ലാനറ്റിൽ എത്തുന്നു, സ്പേസ് ബേസ്ഡ് ആസ്ട്രോണോമിയിലോട്ട് കിടക്കുന്നു. അടുത്തത് നമ്മൾ എത്തിയിരിക്കുന്നു എങ്ങോട്ട്? നമ്മുടെ സ്വന്തം സ്റ്റാറായ സൂര്യനിലോട്ട്. സോ ആദ്യത്തെ L1 അല്ലെങ്കിൽ L1 എന്ന ലഗ്രാഞ്ചിയൻ പോയിന്റിൽ കൊണ്ട് അതിന്റെ ചുറ്റുമുള്ള ഒരു ഹാലോ ഓർബിറ്റിൽ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ L1 എന്ന സാറ്റലൈറ്റ് സൂര്യനെ കുറിച്ചും എസ്പെഷ്യലി സൂര്യന്റെ കൊറോണയെ കുറിച്ചും അല്ലെങ്കിൽ സോളാർ മാസ്, കൊറോണൽ മാസ് ഇജക്ഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്ന, സോളാർ സൈക്കിളിനെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് മനുഷ്യനെ അറിയിക്കാൻ വേണ്ടി നമ്മൾ വിക്ഷേപിച്ച ആദ്യത്തെ L1 എന്ന സാറ്റലൈറ്റ് പൂർണ്ണമായും വിജയമായിരുന്നു. പ്ലാനറ്ററി ഒബ്സർവേഷൻ ആണ് നമ്മുടെ ഉദ്ദേശം. അടുത്ത മിഷൻ ഏതാ? 123rd മിഷൻ അല്ലെങ്കിൽ എക്സ്പോസാറ്റ്. സോ സ്കാറ്ററിംഗ് അല്ലെങ്കിൽ തോംസൺ സ്കാറ്ററിംഗ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എക്സ്റേ ഒബ്സർവേറ്ററി ആയ നമ്മൾ ആസ്ട്രോസാറ്റിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ സ്പേസ് ഒബ്സർവേറ്ററി എന്ത് നമ്മൾ വിക്ഷേപിച്ചു? എക്സ്പോസാറ്റ് നമ്മൾ വിക്ഷേപിച്ചിരിക്കുകയാണ്. അതും സക്സസ് ആയിരുന്നു. എക്സ്റേ ആസ്ട്രോണമിക്ക് വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു. ഇത്രയും മിഷൻസ് ആണ് നിലവിൽ ISRO സക്സസ്ഫുള്ളി വിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൽ എല്ലാ മിഷൻസും ഇല്ല, പക്ഷെ എല്ലാ സീരീസുകളും ഉണ്ട്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസിൽ അല്ലെങ്കിൽ മെയിൻസിൽ ഒരു ചോദ്യം ഉറപ്പാണ്. ഞാൻ അധികം പറയുന്നില്ല. അടുത്ത സെഗ്മെന്റിലോട്ട് കടക്കുകയാണ് ലോഞ്ച് വെഹിക്കിൾസ്. ഇതായിരിക്കും ഇനി നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ഏരിയ. ലോഞ്ച് വെഹിക്കിൾസ് അല്ലെങ്കിൽ ISROയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതും ISRO ഉപയോഗിച്ചിട്ട് കയ്യിലുള്ള ലോഞ്ച് വെഹിക്കിൾസിന്റെ ചില പ്രത്യേകതകൾ. നിലവിൽ 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലോഞ്ച് വെഹിക്കിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. PSLV,
GSLV ആൻഡ് എസ്പെഷ്യലി GSLVയുടെ MK3 വെർഷൻ. സോ ഇവിടെ നിന്നല്ല നമ്മൾ ആ ഒരു കുഞ്ഞ് സ്മാൾ ലോഞ്ച് വെഹിക്കിൾ അല്ലെങ്കിൽ SLV മുതൽ ASLV ആവുന്നു. പിന്നീട് നമ്മുടെ സക്സസ്ഫുള്ളി ഒരുപാട് നമ്മുടെ മിഷൻസിന് വേണ്ടി നമ്മളെ സഹായിച്ച PSLVയിലോട്ട് എത്തുന്നു, GSLV MK3യിലോട്ട് നമ്മൾ എത്തുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു ജേണി. ഇപ്പൊ ഇതിനെല്ലാം മാറി നമ്മൾ കുഞ്ഞ് സാറ്റലൈറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് SSLV ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ ആസ് എ സ്പേസ് പ്ലെയർ എന്ന രീതിയിൽ കൊമേഴ്ഷ്യലിയും അല്ലാതെയും എല്ലാം വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ കയ്യിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ലോഞ്ച് വെഹിക്കിൾസ് PSLVയും GSLVയും കുറിച്ചുള്ള ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ കയ്യിലുള്ള മിനിമം അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ അത് എത്ര സ്റ്റേജ് ആണ്, എന്താണ് അതിന്റെ പ്രവർത്തനം, അവിടുത്തെ എഞ്ചിൻ എന്താണ്, മതി. ഇതായിരിക്കും നിങ്ങളടുത്ത് ചോദിക്കാൻ പോകുന്നത്. സോ PSLV XL അല്ലെങ്കിൽ ഒരു 4 സ്റ്റേജഡ് ആയിട്ടുള്ള 44 മീറ്ററോളം ഓവറോൾ ഹൈറ്റ് ഉള്ള 2.8 മീറ്റർ ഡയമീറ്റർ എല്ലാം ഉള്ള ഗ്രോസ് വെയിറ്റ് 320 ടൺ വരെ കൊണ്ടുപോകുന്ന പേലോഡ് അല്ലേ ഗ്രോസ് വെയിറ്റ്. സോ ഈ രീതിയിലുള്ള PSLVയുടെ പ്രത്യേകത എന്താണ്? ആക്ച്വലി നിങ്ങൾ കണ്ടു SLV മുതൽ നമ്മുടെ 3rd ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ആയിട്ടാണ് PSLV എത്തുന്നത്. 94 മുതൽ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് PSLV ഒരു 4 സ്റ്റേജ് മിഷനാണ്, ഒരു 4 സ്റ്റേജ് റോക്കറ്റ് ആണ് ഇത്. 4 സ്റ്റേജ് റോക്കറ്റ് എന്നതിലുപരി ഒരു ലിക്വിഡ് ഫ്യൂൽ ഉപയോഗിക്കുന്ന നമ്മുടെ ആദ്യത്തെ വലിയ റോക്കറ്റ് ആയിട്ട് ഇത് മാറി, ഈ പറയുന്ന PSLV മാറി. ലിക്വിഡ് ഫ്യൂൽ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നു? അല്ലെങ്കിൽ ലിക്വിഡ് ഫ്യൂലിൽ മാത്രം ഇങ്ങനെ ഒരു സിസ്റ്റോ ഒരു പ്രത്യേക ISROയുടെ കീഴിലെ സെന്റർ ഒക്കെ എന്തിനാണ്? ഒരു എഞ്ചിൻ അതിന്റെ ലിക്വിഡ് സ്റ്റേജ് എത്തുമ്പോഴാണ് ഏറ്റവും നല്ല പെർഫോമൻസ് എത്തുക. പക്ഷേ അവിടെ പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്നറിയോ? പല ഓക്സിജൻ പോലെയുള്ള പല ഫ്യൂവൽസും -ഡിഗ്രിയിലോട്ട് അല്ലെങ്കിൽ ഒരു ക്രയോജനിക് സ്റ്റേജിലോട്ട് എത്തിയാൽ മാത്രമേ ലിക്വിഡ് ഫോമിലെത്തൂ. സോ അവിടെ അതിനെ ആ ലിക്വിഡ് സ്റ്റേജിൽ തന്നെ എത്തിച്ചുകൊണ്ട് -ഡിഗ്രികളിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന എഞ്ചിൻസ് ആണ് സത്യത്തിൽ ക്രയോജനിക് എഞ്ചിൻസ്. ഇതാണ് ക്രയോജനിക് ടെക്നോളജി ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത്. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ആ ഒരു -°C ആ ഫ്യൂവൽസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ എഞ്ചിൻസിന് നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ക്രയോജനിക് എഞ്ചിൻസ് എന്ന് വിളിക്കാം. PSLVയിൽ ക്രയോജനിക് എഞ്ചിൻ ഇല്ല, പക്ഷേ ലിക്വിഡ് എഞ്ചിൻ ഉണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് ഇന്ത്യൻ മാത്രമല്ല ഫോറിൻ സാറ്റലൈറ്റുകളെല്ലാം വിക്ഷേപിച്ച് കൺസിസ്റ്റന്റ് മോർ ദാൻ 95% ആയിരുന്നു അക്യുറസി. ആരുടെ? PSLVയുടെ അക്യുറസി. 1750 കിലോഗ്രാമോളം വെയിറ്റ് എവിടേക്ക് എത്താൻ പറ്റും? 600 കിലോമീറ്റർ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ലോ എർത്ത് ഓർബിറ്റിലോട്ട് എത്തിക്കാനുള്ള കഴിവ് PSLVക്ക് ഉണ്ട്. ആൻഡ് ഇവൻ മാത്രമല്ല പല ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലോട്ടും അപ്പർ ഓർബിറ്റുകളിലോട്ടും നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഇതേ PSLV തന്നെ ഉപയോഗിച്ചു. ഇനി ഇതിന്റെ സ്റ്റേജസ് ഒന്ന് നോക്കിയേ. 4 സ്റ്റേജാണ് നമ്മൾ പറഞ്ഞു. സോ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് മോട്ടോർ ഉപയോഗിക്കുന്നതാണ്. സെക്കൻഡ് സ്റ്റേജ് അഗൈൻ ലിക്വിഡ് എഞ്ചിൻ അല്ലെങ്കിൽ നമ്മുടെ വികാസ് എഞ്ചിൻ ഉപയോഗിക്കുന്ന വികാസ് ലിക്വിഡ് എഞ്ചിൻ ഉപയോഗിക്കുന്ന സെക്കൻഡ് സ്റ്റേജ്. 3rd സ്റ്റേജ് വീണ്ടും സോളിഡ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ സോളിഡ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിക്കുന്നതാണ്. ബട്ട് 4th സ്റ്റേജ് എന്ന് പറയുന്നത് 2 എർത്ത് സ്റ്റോറബിൾ ലിക്വിഡ് എഞ്ചിൻസ് ഉപയോഗിക്കുന്ന ലിക്വിഡ് സ്റ്റേജ് തന്നെയാണ്. ഇതാണ് PSLV. ആൻഡ് GSLVയുടെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ചന്ദ്രയാൻ പോലെയുള്ള സീരീസുകൾക്ക് ഉപയോഗിച്ച GSLV MK3 ഇതാണ് നമ്മുടെ കയ്യിലെ ഏറ്റവും ഹെവിയസ്റ്റ് ആയ അല്ലെങ്കിൽ ഏറ്റവും വലിയ പെർഫോമൻസ് ഇന്ന് നൽകാൻ പറ്റുന്ന നമ്മുടെ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ GSLV MK3 ഹ്യൂമൻ ഫ്രണ്ട്ലി അല്ല. ഇപ്പൊ ഈ GSLV MK3നെ തന്നെ നമ്മൾ ഹ്യൂമൻ ഫ്രണ്ട്ലി ആക്കാണ്. ഹ്യൂമൻ ഫ്രണ്ട്ലി ആക്കിയാൽ മാത്രമേ എന്തിനു ഉപയോഗിക്കാൻ പറ്റുള്ളൂ? അടുത്ത ഗഗൻയാൻ പോലെയുള്ള മിഷൻസിനെല്ലാം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഈ GSLV MK3 അല്ലെങ്കിൽ 43.5 മീറ്റർ ആണ് ഹൈറ്റ്, 640 ടൺ. നിങ്ങൾ വ്യത്യാസം കാണണേ PSLVയിലോട്ട് GSLV എത്തിയപ്പോഴുള്ള മാറ്റം. 640 ടൺ ഭാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഉപയോഗിക്കാൻ പറ്റുന്നു. ഈ 640 ടൺ ഭാരമാണെങ്കിലും അവിടുത്തെ പോലെ തന്നെ നമ്മളെ 140-ലധികം ടണ്ണ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും അതിൽ വെറും 1750 കിലോഗ്രാമേ ലോ എർത്ത് ഓർബിറ്റിലോട്ട് ഒരു സാറ്റലൈറ്റ് എന്ന രൂപത്തിൽ പേലോഡ് എന്ന രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചേ, 640 ടൺ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പേലോഡ് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ്, ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റ് നിങ്ങൾ കേട്ടാണ്. ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഓർബിറ്റുകൾ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എളുപ്പ വഴിയാണ് ഈ GTOയിലോട്ട് 4000 കിലോഗ്രാം എത്തിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ലോ എർത്ത് ഓർബിറ്റ് കുറച്ചുകൂടെ താഴെയുള്ള ഒരു 1000 കിലോമീറ്റർ വരെയൊക്കെയുള്ള സ്റ്റേജ് ആണെങ്കിൽ ലോ എർത്ത് ഓർബിറ്റ് ആണെങ്കിൽ 8000 കിലോഗ്രാം വരെ എത്തിക്കാം GSLV ഉപയോഗിച്ചിട്ട്. പക്ഷെ ബാക്കി അപ്പൊ എന്താണ്? ഈ 4 ടണ്ണും 8 ടണ്ണും കണ്ട് ബാക്കിയെല്ലാം ഫ്യൂവലാണ്. അപ്പൊ ഈ ഓക്സിജൻ പോലെയുള്ള ഫ്യൂവലുകൾ നിറച്ച് തന്നെ ഇതിന്റെ 80% വെയിറ്റ് കൊണ്ടുപോയി. ഇവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റേജ് ഓഫ് എഞ്ചിൻസിനെ കുറിച്ചും അടുത്ത സ്റ്റേജ് ഓഫ് റോക്കറ്റിനെ കുറിച്ചും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. റാംജെറ്റ് എഞ്ചിൻ പോലെ സ്ക്രാംജെറ്റ് എഞ്ചിൻ പോലെയുള്ള എഞ്ചിൻസ് എല്ലാം ISRO ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതോടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന നല്ല വലിയ രീതിയിലുള്ള മാസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാംസ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ സത്യത്തിൽ നടക്കാൻ പറ്റൂ അല്ലെങ്കിൽ നടത്തിക്കാൻ പറ്റൂ. ഓക്കെ, സോ ഇത് നമുക്ക് വീണ്ടും GSLVയിലോട്ട് വരാം. ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ റോക്കറ്റ് ആണ്. 3 സ്റ്റേജേ ഉള്ളൂ. അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഈ 3 സ്റ്റേജിൽ നമ്മുടെ
ക്രയോജനിക് എഞ്ചിൻ ഉണ്ട്. ഒരുപാട് കാലം വെയിറ്റ് ചെയ്തെങ്കിലും 2000ങ്ങളിൽ ഇന്ത്യ സ്വന്തമായിട്ട് ഇൻഡിജിനസിൽ എന്ത് ചെയ്യുന്നു, ഒരു ക്രയോജനിക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു. സോ ഇതിന്റെ സോളിഡ് സ്റ്റേറ്റ് സ്റ്റേജ് ഉണ്ട്, S200 എഞ്ചിൻസ് ഉപയോഗിച്ചുള്ള സോളിഡ് സ്റ്റേജ് ഉണ്ട്. ആൻഡ് കോർ സ്റ്റേജ് ആയിട്ട് L10 ലിക്വിഡ് സ്റ്റേജ് ആണുള്ളത്. ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ PSLV പറഞ്ഞ വികാസ് എഞ്ചിൻ തന്നെയാണ് ലിക്വിഡ് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത്. ബട്ട് അപ്പർ സ്റ്റേജ് ആയിട്ടുള്ളത് ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്ത C25 എന്ന ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റേജ് ആണ്. ഇതാണ് GSLV മാറ്റി നിർത്തുന്നത്. ഇതാണ് GSLV കൂടുതൽ വെയിറ്റ് പോക്കാനും പറ്റുന്നത്. കാരണം എന്താ, ഫ്യൂവൽസ് അതിന്റെ ഏറ്റവും നല്ല എഫിഷ്യൻസി കൊടുക്കുന്ന സ്ഥലത്താണ്, ക്രയോജനിക് സ്റ്റേജിലാണ്. ഇനി ഇത് പറയുന്ന സമയത്ത് SSLV യെ കുറിച്ചുകൂടെ നിങ്ങൾ അറിയണം. സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഈവൻ ദോ നമ്മുടെ ആദ്യത്തെ ശ്രമം എന്നുള്ളത് ഫെയിലിയർ ആയെങ്കിലും ഇപ്പൊ SSLV സക്സസ്ഫുള്ളി മിഷൻസ് നടത്താൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ SSLV എന്തിനാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്? നമുക്ക് GSLV PSLV അല്ലല്ലേ. ഇന്ത്യ അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പല ഫോറിൻ രാജ്യങ്ങൾക്ക് ഇന്ന് ഇന്ത്യയെ വേണം, അല്ലെങ്കിൽ പല ഫോറിൻ കമ്പനികൾക്ക് ഇന്ന് ഇന്ത്യയെ വേണം, അവരെ കുഞ്ഞു കുഞ്ഞു സാറ്റലൈറ്റുകളെല്ലാം ഈ പറയുന്ന ഭ്രമണപഥത്തിൽ എത്തിക്കാൻ. അവിടെ ആക്ച്വലി നമ്മുടെ വലിയ GSLV PSLV ഉപയോഗിക്കുന്നത് നമുക്ക് നഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇത്തരം ചെറിയ സാറ്റലൈറ്റുകളുടെ, മൈക്രോ സാറ്റലൈറ്റുകളുടെ, ക്യൂബ് സാറ്റുകളുടെ വിക്ഷേപണത്തിന് വേണ്ടി വേറൊരു ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. അതാണ് എന്ത്, SSLV എന്ന് പറയുന്ന എഞ്ചിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ SSLV എന്ന് പറയുന്ന നമ്മുടെ റോക്കറ്റ്. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നിങ്ങൾ ISROയുടെ ആ ഒരു ഇവല്യൂഷൻ സ്റ്റേജസ് കണ്ടു, ISROയുടെ നമ്മുടെ മിഷൻസ് കണ്ടു, ISROയിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻസും അവിടെ ഉപയോഗിച്ച റോക്കറ്റുകളെ കുറിച്ച് നിങ്ങൾ കണ്ടു. ഇത് മതി. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ കാണുന്ന പ്രിലിമിനറി എക്സാമുകളിൽ സ്കോർ ചെയ്യാമെന്ന് ഇനി കാണിച്ചു തരാം. എല്ലാ ചോദ്യവും ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യം ഇവിടെ കവേർഡാ. നോക്കിയേ, ഒരു ചോദ്യം PSC ചോദിച്ച ഇതാണ്, ISRO ഫോം ചെയ്ത ഇയർ. സോ നമ്മൾ ആ തുടക്കത്തിലെ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിനെ കുറിച്ചും അത് ISRO മാറിയത് എന്നാന്നൊക്കെ പറഞ്ഞു. 62ഉം 69 ഓപ്ഷനിലുണ്ട്. ആൻസർ ചെയ്യാം. ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്, 1, 2, 3 ആയിട്ട് നിങ്ങൾ കമന്റിൽ ആൻസർ ചെയ്യാം. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എവിടെയാണ് ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്? അത് ആദ്യത്തെ സ്ലൈഡിൽ തന്നെ കവേർഡ് ആണ്, അത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഓപ്ഷൻ നോക്കിയേ, ബാംഗ്ലൂരും ശ്രീഹരിക്കോട്ടയും ട്രിവാൻഡ്രവും എല്ലാം ഉണ്ട്. മീൻസ് ISROയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ക്ലാസ്സിൽ കേൾക്കാവുന്ന എല്ലാം എവിടെയുണ്ട്, ഓപ്ഷനിൽ തന്നിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഓരോ സ്ഥലത്ത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, വീണ്ടും വീഡിയോ റീവിസിറ്റ് ചെയ്തിട്ട് വന്നിട്ട് ആൻസർ ചെയ്യും. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളുടെ ഡാറ്റ എടുക്കാനും അത് പ്രോസസ് ചെയ്യാനും അത് ഡിസെമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നാട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഡാറ്റ കൊടുക്കാനും ഇന്നുണ്ട് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ഉണ്ട്. എവിടെയാണ്? അഹമ്മദാബാദാണോ, ഹൈദരാബാദാണോ, ശ്രീഹരിക്കോട്ടയാണോ, ട്രിവാൻഡ്രമാണോ? ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് വാസ് ആര്യഭട്ട. ഓക്കെ, അപ്പൊ നമ്മൾ റഷ്യയുടെ സഹായത്തോടു കൂടി ലോഞ്ച് ചെയ്ത ആര്യഭട്ടയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, സോ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? ആൻഡ് ഗ്രേറ്റ് സയന്റിസ്റ്റ് ഡോക്ടർ വിക്രം സാരാഭായ് വാസ് നോൺ ടു ബി ദി ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച്. ISRO was set up in 62 and ISRO reports to Department of Space. എല്ലാം ഇവിടെ കവർ ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് മാത്രം അറിഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യും. ബാക്കി 3 സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കൂടെ ആ ചോദ്യം ചെയ്യാൻ വേണ്ടായിരുന്നു. ആൻഡ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഈ ISROയുടെ മാർക്കറ്റിംഗ് ആം ഏതാണ്? ഒരു ഓപ്ഷൻ പോലും ഇവിടെ തെറ്റിദ്ധരിക്കാൻ മാത്രമില്ല. നിങ്ങൾ ചുമ്മാ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ആൻസർ ചെയ്യും. ഫിഫ്ത് ക്വസ്റ്റ്യൻ. ആൻഡ് സിക്സ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ഈസ് ദ ഫസ്റ്റ് റോക്കറ്റ് ദാറ്റ് റൺ ഓൺ ബയോഫ്യൂൽ? പോയില്ലേ, സാറ് പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഒരാവശ്യമില്ല. ഇതിൽ ബാക്കി 3 എണ്ണം എന്താണെന്ന് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇതിൽ റോക്കറ്റ് എന്ന് പറയാവുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കൂടെ വേണ്ട. പക്ഷെ ഇത്തരം കറണ്ട് അഫെയറിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചുകൂടെ അപ്ഡേറ്റ് ആവണം എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ചോദ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ആൻഡ് സെവൻത് ക്വസ്റ്റ്യൻ നോക്കിയേ, PSC എന്ന് ചോദിച്ചത്, വിച്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് സ്പേസ് ആസ്ട്രോണോമി ഒബ്സർവേറ്ററി? നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഏറ്റവും മൈൽ സ്റ്റോൺസ് വരുമ്പോൾ ഒന്ന് നിർത്തി പറയാനുള്ള കാരണം ഇതാ. ഈ മൈൽ സ്റ്റോൺസ് ആണ് PSC ചോദ്യമായിട്ട് ചോദിക്കുന്നത്. ചന്ദ്രയാൻ 1 ചോദിക്കും, ലോഞ്ച് ചെയ്ത ഇയർ വരെ PSC ചോദിച്ചിട്ടുണ്ട്. പിന്നീട് മനസ്സിലായില്ലേ, ചോദിക്കാൻ കാരണം ഇതാണ്. അതെല്ലാം മൈൽ സ്റ്റോൺസ് ആയിരുന്നു. ചന്ദ്രയാൻ 1 മൈൽ സ്റ്റോൺ ആണ്, ആര്യഭട്ട മൈൽ സ്റ്റോൺ ആണ്, GSAT സീരീസിന്റെ തുടക്കം മൈൽ സ്റ്റോൺ ആണ്, ആസ്ട്രോസൈറ്റ് മൈൽ സ്റ്റോൺ ആണ്, മംഗൾയാൻ മൈൽ സ്റ്റോൺ ആണ്, ആദ്യത്തെ L1 മൈൽ സ്റ്റോൺ ആണ്. ഓപ്ഷനിലുള്ളതും അതെല്ലാമാണ്. ഏതാണെന്ന് കമന്റ് ചെയ്യാം. അടുത്തത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ISRO ഈസ് കറക്റ്റ്? ISRO ലോഞ്ച് സാറ്റലൈറ്റിനെ കുറിച്ച് ഒന്നും പേടിക്കാൻ ഇതിനില്ല.
വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഇതിൽ കാരണം ഇപ്പോൾ ഒരു മിഷൻ EOS-03 വാസ് അൺസക്സസ്ഫുൾ. ഇത് ചോദിക്കാൻ കാരണം ഈ പരീക്ഷ നടക്കുന്ന ഏകദേശം സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു വർഷം 1-2 വർഷങ്ങൾക്കുള്ളിലാണ് നമ്മുടെ EOS-03 ഫെയിലിയർ ആവുന്നത്, അൺസക്സസ്ഫുൾ മിഷൻ ആവുന്നത്. അപ്പൊ ISRO വളരെ സക്സസ്ഫുള്ളി മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിന്റെ അൺസക്സസ്ഫുൾ എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ബോധവാന്മാരാവണം. അതല്ലാതെ ഈ ചോദ്യം ചെയ്യാം കേട്ടോ. ഇപ്പൊ CMS-01 ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണോ എന്നുള്ളത്, ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളെ നെയിം ചേഞ്ച് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. GAST സാറ്റലൈറ്റ് എന്നൊരു സാറ്റലൈറ്റ് ഇന്ത്യക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. INS-1C നാവിഗേഷൻ സാറ്റലൈറ്റ് ആണോ? നാവിഗേഷൻ സാറ്റലൈറ്റുകൾക്ക് IRNSS എന്നും പിന്നീട് ഇപ്പോൾ ഉള്ള പുതിയ നെയിമിംഗ് സീരീസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചതാ. ഇത് മാത്രം മതി ഇവൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അറിയും കൂടെ വേണ്ട നിങ്ങൾ ഈ പറയുന്ന ചോദ്യത്തിന്റെ ആൻസറിലോട്ട് എത്താൻ. അപ്പോ ഇത്രയേ ഉള്ളൂ സ്പേസ് എന്ന ഭാഗം. എല്ലാ പരീക്ഷയ്ക്കും ഒരു ചോദ്യമെങ്കിലും ചോദിച്ച ഒരു ഏരിയ, അപൂർവം ഏരിയകളിലെ ഡിഗ്രി സിലബസിൽ ഇങ്ങനെയുള്ളൂ, ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കുന്ന ഏരിയ. സോ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷകൾക്കും ചോദ്യങ്ങൾ കിട്ടട്ടെ. കറണ്ട് അഫെയറിൽ വരുന്ന അപ്ഡേഷൻസ് മറക്കാൻ നോക്കണം. നമ്മൾ വീഡിയോകളിൽ കവർ ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് വീഡിയോകളിൽ, അത് നിങ്ങൾ കവർ ചെയ്ത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപോകണം പരീക്ഷയ്ക്ക് മുമ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളിപ്പോൾ പഠിത്തത്തിന്റെ ഏത് സ്റ്റേജിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന പലരും ഉണ്ടാകാം. പലരും എന്നോട് പറഞ്ഞു കമ്പ്യൂട്ടറിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല, അല്ലെങ്കിൽ മലയാളത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നെല്ലാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി KS Mentor മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള ക്ലാസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസിന്റെ മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള സീരീസ് അവൈലബിൾ ആണ്. അപ്പൊ എങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം വിട്ടുപോയത് കൊണ്ട് മാത്രം പ്രിലിംസ് നോക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവരുത്. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഇതൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കാം. സെക്കൻഡ് തിങ് എനിക്ക് പറയാനുള്ളത് ടെസ്റ്റ് സീരീസിനെ കുറിച്ചാണ്. ടെസ്റ്റ് സീരീസ് ഞാൻ വീണ്ടും പറയുന്നു, അൺഫോർച്ചുനേറ്റ്ലി ആ കൾച്ചർ നിങ്ങളുടെ ഇടയിൽ കുറവാണ്. നിങ്ങളത് ഏത് രീതിയിലായാലും ആ ഒരു കൾച്ചറിലോട്ട് വന്നേ പറ്റൂ. അതാണ് ബെസ്റ്റ് തിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ടെസ്റ്റ് സീരീസ് വേണം എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയ ബെസ്റ്റ് ടെസ്റ്റ് സീരീസ് KS Mentor ആകുന്നുള്ള ഉറപ്പ് ഞാൻ തരികയാണ്. എന്റെ പേഴ്സണൽ ഉറപ്പാണ് അത് എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്കോർ 60 താഴെയിലോട്ട് ഒരിക്കലും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തണം. അത് അറിയാനും യഥാർത്ഥ കോമ്പറ്റീഷൻ അറിയണമെങ്കിൽ പ്ലീസ് നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുത്തേ പറ്റൂ. അപ്പൊ അത് ചെയ്യുക. ആരെയാണെങ്കിലും ടെസ്റ്റ് സീരീസ് എടുക്കുക, ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.